പോലീസായപ്പോൾ വളരെയധികം സന്തോഷം. എന്നെക്കാളും കൂടുതൽ സന്തോഷം അച്ഛനായിരുന്നു. പക്ഷേ ഒരു വിഷമമുള്ളതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ട്രെയിനിങ് കഴിയുന്ന സമയമാകുമ്പോഴേക്കും അച്ഛൻ റിട്ടയർ ആവും. അപ്പോൾ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ സന്തോഷമായേനെ. ഔദ്യോഗികമായ ജോലിക്കിടയിൽ ഒരു സല്യൂട്ട് കൊടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അല്ലാതെ ഞങ്ങൾ എന്താ പറയുക, തീർച്ചയായിട്ടും കാണുമ്പോൾ ഒരു തമാശക്കെങ്കിലും ഒരു സല്യൂട്ട് കൊടുക്കും. 33 വർഷങ്ങൾക്ക് ശേഷം CI അനിൽകുമാർ പോലീസ് സേനയിൽ നിന്ന് വിരമിക്കുന്നു. മകൾ അപർണ കാസർഗോഡ് ബേക്കൽ സ്റ്റേഷനിൽ SHO ആയി ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞു. അച്ഛനൊപ്പം ജോലി ചെയ്യണമെന്നാണ് അപർണയുടെ ആഗ്രഹം. മകൾക്ക് സല്യൂട്ട് കൊടുത്തുകൊണ്ട് സർവീസിൽ നിന്ന് വിടവാങ്ങണമെന്ന് അച്ഛനും. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുമായിരുന്നു, എന്തായാലും സുഹൃത്തുക്കളും എൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ പറയുമായിരുന്നു, എന്തായാലും മോൾക്ക് സല്യൂട്ട് കൊടുത്ത് സർവീസിൽ നിന്ന് ഇറങ്ങിപ്പോകാമല്ലോ എന്ന്. ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണത്. കുട്ടിക്കാലം തൊട്ടേ കാക്കിയോട് പ്രിയമായിരുന്നു അപർണയ്ക്ക്. അച്ഛൻ്റെ വഴിയെ സ്വപ്നം പിന്തുടർന്നു. പഠിച്ചതെല്ലാം MSP സ്കൂളിലാണ്. അപ്പോൾ MSP സ്കൂൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പോലീസിൻ്റെ സ്കൂളാണല്ലോ. അപ്പോൾ ഞാൻ വളർന്നതെല്ലാം പോലീസുകാരുടെ ഇടയിലാണ് ചുറ്റും. അച്ഛനും ഇതുപോലെ പോലീസ് ആയതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ പോലീസ് ആവണം, അല്ലെങ്കിൽ പോലീസുകാരോടൊക്കെ ഒരു ബഹുമാനവും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ പിന്നിട്ട വഴികളാണ്. അതിലൂടെ ഏറെ ദൂരം ഇനിയും പോകാനുണ്ട് മുന്നോട്ട്. ഒരാൾ പറഞ്ഞു നിർത്തുന്നിടത്ത് മറ്റൊരാൾ പറഞ്ഞു തുടങ്ങുകയാണ്. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ളതാണെന്ന് കാണിച്ചു തന്ന ഒരച്ഛനും മകളും. അച്ഛൻ്റെ പാത പിന്തുടർന്ന മകൾ പടി കയറുമ്പോൾ അച്ഛൻ പടി ഇറങ്ങുകയാണ്. മകൾക്ക് സല്യൂട്ട് നൽകിക്കൊണ്ട് സർവീസിന് വിരാമമിടണമെന്നാണ് ഈ അച്ഛൻ്റെ ആഗ്രഹം. അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.